ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ് കേട്ടോ. വളരെ ഈസിയായും അതുപോലെ തന്നെ ഈ പുഡിങ്ങിനകത്ത് നമ്മൾ ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാംഗോ സോർബറ്റിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പം മാമ്പഴക്കാലമല്ല, എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ചെറുതായിട്ടൊരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റും അതോടൊപ്പം തന്നെ നല്ലൊരു മധുരവും ചേർന്നിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുഡിങ് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 2 മാങ്ങ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെയൊന്നും ചെത്തി അത് ചെറിയ പീസസ് ആക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 1.25 കപ്പ് പാല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. ഇത് നമുക്ക് ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം, പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഈ മാങ്ങ ചെറിയ പീസസ് ആക്കി എടുക്കട്ടെ കേട്ടോ. ആ 2 മാങ്ങ ഞാൻ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളതിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ 1/2 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് അടിച്ച് നോക്കിയതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒപ്പം. ഒരു പിഞ്ച് മതി കേട്ടോ ഉപ്പ്. ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. ഞാൻ ആ മാങ്ങയും കണ്ടൻസ് മിൽക്കും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയപ്പം ഒരല്പം മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1.25 കപ്പ് അളന്ന് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നിങ്ങൾ എപ്പോഴും മാങ്ങ എടുക്കുമ്പോൾ നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം കേട്ടോ. നല്ല ഫ്ലഷുള്ള ടൈപ്പ് മാങ്ങ, അല്ലെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ നാര് ഭയങ്കരമായിട്ട് വായിലൊക്കെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും ഫ്ലഷുള്ള മാങ്ങ തന്നെ എടുക്കണം. ആ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് അപ്പം നമ്മൾ ആ മാംഗോയും കണ്ടൻസ് മിൽക്കും പഞ്ചസാര എല്ലാം കൂടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മിക്സ് ഞാൻ ഇതിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലിൽ കലക്കി വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരാൻ ഒരു 4-5 മിനിറ്റ് എടുക്കും കേട്ടോ. അത് വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതൊരു 4 മിനിറ്റ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കേട്ടോ. കണ്ട ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ മാംഗോ പുഡിങ്ങിൻ്റെ കൂട്ട് ഈ ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഈ മിക്സിന് ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ പുഡിങ്ങിന്. ഞാനിതിലേക്കൊന്ന് കമത്തിയെടുക്കട്ടെ കേട്ടോ. നമ്മളെ പുഡിങ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല.
അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു മാംഗോ പുഡിങ്ങാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.